പഴശ്ശിരാജയായിട്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമുക്ക് അതിലൊന്നും കുറവൊന്നുമില്ല. ഇഷ്ടം അപ്പൊ എല്ലാം നല്ലതൊക്കെ ഞാൻ തന്നെ എടുത്ത് അണിയുവാ. गूगल पे पता தெரியாது சார். गूगल पे पता தெரியாது. ചേട്ടാ, നമ്മൾ കേട്ടിട്ടുണ്ട് പല ആക്ടേഴ്സും ഇപ്പോഴത്തെ കാലത്ത് കഥ കേട്ട് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കഥാപാത്രത്തെ മനസ്സിലാക്കിയിട്ട് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്നു. ഇന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ച് അതിൽ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ദ്രൻ ചേട്ടനെ ശ്രദ്ധിക്കുന്നത് ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ? ഇദ്ദേഹം ചോദിച്ചത് ആ പോലെ ചെയ്യാൻ പാടുള്ളൂ. അഭിനയിക്കാൻ പോകുന്ന ഒരാള്, പ്രധാന ക്യാരക്ടർ ചെയ്യുന്ന ഒരാള്, കഥ എന്താണ്, കഥാപാത്രം എന്താണ്, അതിനേക്കാളും ഇതൊക്കെ ചോദിക്കുന്നതിന് പിന്നിലും വിവരമുള്ളവരുണ്ടോ, പിന്നില് അല്ലെങ്കിൽ കാശുള്ളവരാരെങ്കിലും ഉണ്ടോ, ഇടയ്ക്ക് ഈ ആദ്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് അവരതൊക്കെ ചോദിക്കുന്നതായിരിക്കും. ടീം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്കിലും ക്യാരക്ടർ അറിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഇതൊന്നും ചോദിക്കേണ്ടതില്ല. 2 ദിവസം വേണോ, 2 ദിവസം അങ്ങ് ചെല്ലുക. നമ്മൾ ഒരു ക്യാരക്ടർ, നമുക്ക് വലിയ ഉത്തരവാദിത്വമൊന്നും ഉണ്ടാവില്ല. പ്രധാന വേഷം ചെയ്യുന്ന ആൾക്കുള്ളതാണ് ഇത്തരം അന്വേഷണങ്ങളൊക്കെ. എനിക്ക് അതിനുള്ള അവസരം കുറവാണ്. പലപ്പോഴും അല്ല, ഇന്ദ്രൻ ചേട്ടൻ ഇപ്പം ആളൊരുക്കം എന്ന് പറയുന്ന സിനിമ അതൊക്കെ അന്വേഷിക്കുന്നു. അതന്വേഷിച്ചും ഇഷ്ടപ്പെടും, ആവേശത്തോട് പോലെയാണ് ഞാൻ തന്നെ. അതുപോലെ അപൂർവമായിട്ട് അവസരങ്ങളെ എനിക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ ലെജൻഡറി ആയിട്ടുള്ള പല ആക്ടേഴ്സ്, പല ഡയറക്ടേഴ്സ് അവർക്കൊപ്പം ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻ ചേട്ടൻ. പക്ഷെ റീസെന്റ് ആയിട്ട് ഒത്തിരി പുതുമുഖ സംവിധായകന്മാർക്കും പുതുമുഖ ആക്ടേഴ്സിനും ഒപ്പമാണ് ഇന്ദ്രൻ ചേട്ടൻ വർക്ക് ചെയ്യും. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെ കാണുന്നില്ല? ഞാൻ പഴയത് അവിടെ കളഞ്ഞ് മുമ്പോട്ട് പിടിച്ചിരിക്കുക. ഞാൻ അങ്ങനെ പോകുന്നോണ്ട് വല്ലപ്പോഴും ഇത് പഴയതൊക്കെ ഓർക്കുന്നതായിരുന്നു. പക്ഷെ അതിപ്പോ ചെലവില്ലല്ലോ ഒന്നും. അതുകൊണ്ട് അപ്പൊ സിനിമ പോലും താരതമ്യം ചെയ്യാൻ പാടില്ലാത്തത്ര വ്യത്യാസം ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വ്യത്യാസം ഓരോ വ്യക്തിയെടുത്ത് ചെല്ലുമ്പോൾ ഓരോ സിനിമ, ഓരോ കഥ, അവരുടെ അറിവിന്റെ വ്യത്യാസം. അപ്പൊ അവരിൽ നിന്ന് എന്ത് കിട്ടും എനിക്ക് എന്നുള്ളൊരു അന്വേഷണം തന്നെ ഉള്ളൂ. ചിലരുടെ കാഴ്ചയിലൊക്കെ കുഴപ്പങ്ങളുണ്ട്. അതാ കുഴപ്പമല്ലത്. ചിലരുടെ ശൈലി, സ്ഥായിയായ പാവം, ചിലർക്ക് അങ്ങനെ ദേഷ്യമുള്ളവര്, ചിലർ മനസ്സുകൊണ്ട് ചിരിക്കും, പുറത്തു വരില്ല. അങ്ങനെ എന്നെക്കാളും ചിലപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കള്ളനായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇങ്ങനെ അഭിനയിക്കുന്നില്ല, അങ്ങനെ അഭിനയിക്കുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയിലുണ്ട്. നമ്മൾ കാണാൻ അയാൾ ഭയങ്കര ജാഥ എന്ന് തോന്നി പാവത്തനായിരിക്കും, ശുദ്ധനായിരിക്കും. അതെ, അതൊന്നും കാഴ്ചക്ക് തോന്നുന്നതാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു പഴശ്ശിരാജ അത് മമ്മൂക്കയ്ക്ക് അല്ലാതെ മറ്റാരെ കൊണ്ടും പറ്റില്ല. ആടുതോമ അത് ലാലേട്ടനല്ലാതെ മറ്റാരെയും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ റിയൽ ലൈഫിൽ നമ്മളെ ഇൻസ്പയർ ചെയ്ത, ഉദാഹരണം അബ്ദുൽ കലാം സാറിനെ പോലെയുള്ള മഹത് വ്യക്തികളുടെ ജീവിതം സിനിമ ആകുകയാണെങ്കിൽ അവരുടെ വേഷം തങ്ങൾക്ക് ചെയ്താൽ കൊള്ളാമെന്ന് പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ദ്രൻ ചേട്ടനെ ഇൻസ്പയർ ചെയ്ത ക്യാരക്ടറോ അഥവാ റിയൽ ലൈഫ് ക്യാരക്ടറോ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. ഈ പറഞ്ഞ പഴശ്ശിരാജയായിട്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമുക്ക് അതിലൊന്നും കുറവൊന്നുമില്ല. ഇഷ്ടം അപ്പൊ എല്ലാം നല്ലതൊക്കെ ഞാൻ തന്നെ എടുത്ത് അണിയുവാ. ഇഷ്ടമാണ് ഏതായാലും. തീർച്ചയായിട്ടും ഞാൻ കാര്യം ചെയ്തിട്ട് നമ്മളപ്പം സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, നേരിട്ട് ഇന്ദ്രൻ ചേട്ടനിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ക്യാരക്ടർ എന്നെ കൊണ്ട് താങ്ങത്തില്ല എന്ന് തോന്നിട്ട് ഒഴിവാക്കിയ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു? ഭാഷ അറിയാത്ത വന്നാൽ മാത്രം ചെയ്യും, അങ്ങനെ ചെയ്യും. അതുകൊണ്ടാണ് മലയാളം തന്നെ മതി എന്ന് വിചാരിച്ചത്. ഇടയ്ക്ക് വേറെ ചില വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഭാഷ മുഖത്ത് വല്ലതും വരുമ്പോഴേക്ക് നമുക്ക് ഫിലിം ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ക്യാമറയിൽ നിന്നും അഡ്വാൻസ് ടെക്നോളജിയുടെ കാലത്തേക്ക് മലയാള സിനിമ വളർന്നപ്പോൾ അതിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഇന്ദ്രൻ ചേട്ടൻ.
തിയേറ്ററിൽ നിന്നും സിനിമ കാണുക എന്ന ശീലത്തിൽ നിന്ന് OTT പ്ലാറ്റ്ഫോം എന്ന പുതിയ ശീലത്തിലേക്ക് കാലം മാറുകയാണ്. ഈ ഒരു മാറ്റത്തെ ഇന്ത്യൻ ചേട്ടൻ എങ്ങനെ നോക്കി കാണുന്നു? ഭയങ്കര മിടുക്കന്മാരാണ് നമ്മൾ, അത്രയും വളർന്നില്ലേ. അങ്ങനെയായിരുന്ന കാലം അതങ്ങനെയുള്ളൂ. പണ്ടൊക്കെ പ്രസംഗിക്കുമായിരുന്നു രാഷ്ട്രീയക്കാർ. എന്നെ ചെറുതിലെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുതിലേ അല്ല, കുറച്ച് ഒരുപാടൊന്നും ആയില്ല. അപ്പോൾ പറയും, ഇതൊന്നുമല്ല, നമ്മൾ വെള്ളം കുടിക്കുന്ന വെള്ളം കുപ്പിയിൽ അടച്ചു വരുന്ന കാലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് വളരെ വൈകാതെ തന്നെ ഇങ്ങ് വന്നില്ലേ. ഇന്നതുപോലെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിനെ നമ്മൾ ആസ്വദിക്കുക, അതിനൊപ്പം ചേരുക എന്നുള്ളതല്ലാതെ അത് ഇതുമായിട്ട് താരതമ്യം ചെയ്ത് ഭ്രാന്തായിരിക്കും. ഹോമിലെ ഒലിവർ ട്വിസ്റ്റിനെ നമ്മൾ കണ്ടു. അപ്പോൾ കിളിക്കൂടിലെ ഇന്ദ്രൻ ചേട്ടനെ എങ്ങനെയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറയാം? വീട് നമ്മൾ ഹോമിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറയില്ലാതെ നമ്മുടെ എല്ലാ വികാരവും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സന്തോഷവും സ്നേഹവും ദേഷ്യവും ഒക്കെ അവിടെ ഉണ്ട്. എല്ലാ കോമാളിത്തരവും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വീട്ടുകാരുമായിട്ട് അത്രയും നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഓരോ വ്യക്തിയും വീട്ടിൽ കാണുന്ന ഒരാളല്ല പുറത്ത് ആയി പോകുന്നത്. വീട്ടിലും വളരെ എന്താണ് അതിൽ കണ്ട പോലെ തന്നെ നമുക്ക് സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം വളരെ സ്വാതന്ത്ര്യമായിട്ട്. അത് ഒരുപാട് അനുഭവിക്കാൻ ഒരുപാട് ഗ്യാപ്പ് വരുമ്പം എനിക്കൊരു വീർപ്പ് മുട്ടലുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഞാൻ ഓടി വീട്ടിൽ പോകാറ്. ഏതാണ്ട് അതുപോലെ ഒരു കഥാപാത്രം. ചേച്ചിയും കുഞ്ഞുങ്ങളും ഒക്കെ സുഖമായിരിക്കുന്നത്. രണ്ടുപേരും, 2 മക്കളും ഉണ്ട്. எனக்கு கூகுள் பே பண்ண தெரியாது சார்.